Good morning. Yes. Today we will be discussing about the DC machines. The theory part is almost covered in the last few classes, and today we will be discussing the tutorial session. We'll start with the very first question. I hope the questions are clear, visible to you. The first question. ഇതിന്റെ ആൻസർ കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ആർക്ക് കിട്ടി കഴിഞ്ഞാലും ചാറ്റ് ബോക്സിൽ അപ്പോൾ തന്നെ ഇടാം. First question, the left-hand rule is applicable to, left-hand thumb rule is applicable to generator, motor, transformer, both A and B. Option B, Surya and Meera പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. ചോദിക്കുമ്പോൾ അപ്പോഴേക്കും ഉത്തരം പറയാൻ പറ്റണം. അത്ര ഫാസ്റ്റ് ആൻഡ് ആക്യുറസി ആയിരിക്കണം. റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് എവിടെയാ? മീൻസ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് എവിടെയാ? ജനറേറ്റേഴ്സ്. യെസ്, റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് ജനറേറ്റേഴ്സ്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ മോട്ടോർസ്. തെറ്റിക്കരുത്. അതേപോലെ തന്നെ നമുക്ക് വേറെ റൂൾ കൂടി ഉണ്ട്, തമ്പ് റൂൾ ഉണ്ട് അല്ലേ? തമ്പ് റൂൾ, നമ്മൾ ഒരു ഡയറക്ഷനിലെ തമ്പ് പിടിച്ചു കഴിഞ്ഞാൽ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ കേട്ടോ. റൈറ്റ് ഹാൻഡിന്റെ തമ്പ് നമ്മൾ കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിംഗേഴ്സ് കേൾ ചെയ്ത് പിടിച്ചാൽ, ഫിംഗേഴ്സ് ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഫിംഗേഴ്സ് സൂചിപ്പിക്കുന്ന ഡയറക്ഷൻ ആയിരിക്കും എന്ത്? റൈറ്റ് ഹാൻഡിന്റെ തമ്പ് കറണ്ട് പോകുന്ന ഡയറക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഫിംഗേഴ്സ് സൂചിപ്പിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. യെസ്, എക്സാക്ട്ലി. ആൻഡ് വൈസ് വേഴ്സ, തിരിച്ചും പറയാം കേട്ടോ. തിരിച്ചും പറയാം. തമ്പ് സൂചിപ്പിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ ഫിംഗേഴ്സ് സൂചിപ്പിക്കുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ ആയിരിക്കും. കറണ്ടിന്റെ കോയിൽ, ഒരു കോയിൽ രൂപത്തിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ ആ ഡയറക്ഷനിൽ ഫിംഗേഴ്സ് കേൾ ചെയ്ത് പിടിച്ചിട്ട് അപ്പോൾ തമ്പ് സൂചിപ്പിക്കുന്നതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, വൈസ് വേഴ്സ, ബോത്ത് ആർ കറക്റ്റ്. ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ യൂസിംഗ് ദ റൈറ്റ് ഹാൻഡ്. Question number 2, the speed of a DC series motor at no load is? Yes, option D, infinity. That is why we are calling it as, you should not never operate a DC series motor at no load. No load നമ്മൾ ഒരിക്കലും DC series motor സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. You might have some experiences when you are conducting some experiments in your laboratory. യുജിയിൽ നമ്മൾ ലാബ് ചെയ്യുമ്പോൾ, മെഷീൻസ് ലാബ് ചെയ്യുമ്പോൾ സാർമാർ വന്നിട്ട് ചൂടാവുന്ന ഒരു കേസാണ് സീരീസ് മോട്ടർ നോ ലോഡിൽ സ്റ്റാർട്ട് ചെയ്യുക. നോ ലോഡിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ടോർക്ക് ഇൻഫിനിറ്റി ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചിരുന്നു. അപ്പോൾ അതിലെ നോക്കുമ്പോൾ അറിയാം, നോ ലോഡിൽ സ്പീഡിൽ ആർമേച്ചർ കറണ്ട് 0 ആണെങ്കിൽ ആ സമയത്തുള്ള ടോർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. സോ ദ മെഷീൻ ടെൻസ് ടു മൂവ് അറ്റ് ഇൻഫൈനൈറ്റ് സ്പീഡ്. ദാറ്റ് ഈസ് വൈ ദിസ് DC series motors are used in traction. Main application of the DC series motor is in traction. ട്രാക്ഷനിൽ ഉപയോഗിക്കും, പഞ്ചിങ് മെഷീനിൽ ഉപയോഗിക്കും, പിന്നെ ക്രെയിനുകളൊക്കെ ഉപയോഗിക്കും. അതിലൊക്കെ ഉപയോഗിക്കുന്നതാണ് DC series motor. But nowadays DC series motor is not used in traction. The traction motor used is traction motor, DC series motor അല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്ത് മോട്ടറാ? സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മെഷീൻസ്. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മെഷീൻസ് ആയിരിക്കും. കാരണം എന്താ? വി ഹാവ് എ ഫ്ലക്ച്വാലിറ്റി ഇൻ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്. നമ്മൾ ഈ ഇൻഡക്ഷൻ മോട്ടറിലേക്ക് കൊടുക്കുന്ന ഡയറക്റ്റ് 3 ഫേസ് കൊടുക്കുകയല്ല ചെയ്യണത്. ആ 3 ഫേസിനെ കൺവേർട്ട് ചെയ്ത് DC ആക്കും. ആ DCനെ നമ്മളൊരു ഇൻവെർട്ടർ വഴി ഈ മെഷീനിലേക്ക്, ഈ മോട്ടറിലേക്ക് കൊടുക്കും. So we have a full control over that inverter. Inverter എപ്പോൾ ഓൺ ആവണം, എപ്പോൾ ഓഫ് ആവണം, ഓരോ ലൈൻ കറണ്ട് എത്രയായിരിക്കും, ഫുൾ കൺട്രോൾ ഉണ്ട്. So you might have heard about the FOC, field oriented control. ഫീൽഡ് ഓറിയന്റഡ് കൺട്രോൾ ഒക്കെ ഉണ്ട്. മെഷീൻസിന്റെ 2 ക്വാഡ്രേച്ചർ ആക്സിസും ഡയറക്റ്റ് ആക്സിസ് ആയിട്ട് തിരിച്ചിട്ട് ഇൻഡിപെൻഡന്റ് കൺട്രോൾസ് ഒക്കെ അങ്ങനെയൊക്കെ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് യു ആർ ഏബിൾ ടു ഇൻഡിപെൻഡന്റ്ലി കൺട്രോൾ ദ ടോർക്ക് ആൻഡ് ദ ഫ്ലക്സ് ഇൻഡിപെൻഡന്റ്ലി യൂസിങ് FOC എന്നുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ട് ടോർക്കും ഫ്ലക്സും ഇൻഡിപെൻഡന്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ആസ് സിമ്പിൾ ആസ് ഇൻ ദ കേസ് ഓഫ് DC മെഷീൻ കൺട്രോൾ ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടി നമുക്ക് ഈ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വൈ nowadays we are using slip ring based induction motors for traction. Okay. Question number 3, the direction of rotation of a DC series motor can be changed by? Direction of rotation of DC series motor can be changed by option A, interchanging the supply terminals. Option B, interchanging the field terminals. Option B, either A or B. Option D, interchange the armature terminals. എന്തോ പ്രശ്നമുണ്ട് അല്ലേ? ഓപ്ഷൻസിൽ എന്തോ പ്രശ്നമുണ്ട്. ഓപ്ഷൻ A ശരിയാണോ അല്ലയോ എന്ന് പറഞ്ഞാൽ മതി. ഇന്റർചേഞ്ചിങ് ദ സപ്ലൈ ടെർമിനൽസ്. ശരിയാണോ തെറ്റാണോ? കറക്റ്റ് ഓർ റോങ്? ഓപ്ഷൻ A മാത്രം പറയാം. ഡയറക്റ്റ് DC series മോട്ടറിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആക്കണമെങ്കിൽ അതിന്റെ സപ്ലൈ ടെർമിനൽസ് തിരിച്ചു കൊടുക്കുക. പോസിറ്റീവിലോടത്ത് നെഗറ്റീവിലോടത്ത് പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് കറങ്ങും എന്നാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? ഇന്റർചേഞ്ചിങ് ദ സപ്ലൈ ടെർമിനൽസിൽ ചെയ്ത് കഴിഞ്ഞാൽ DC series മോട്ടറിന്റെ ഡയറക്ഷൻ മാറും.
whether the option A is correct or wrong. Okay, let us see. For a DC series motor, the direction of rotation depends on the torque produced. അല്ലേ, ഒരു ടോർക്ക് ഏത് ഡയറക്ഷനാണ് ഉണ്ടാവുക ആ ഡയറക്ഷനാണ് ഈ DC സീരീസ് മോട്ടോർ തിരിയുക. എല്ലാ മോട്ടറും അങ്ങനെ തന്നെയാണല്ലോ, ഏത് ഡയറക്ഷനിൽ ടോർക്ക് അപ്ലൈ ചെയ്യാൻ ആ ഡയറക്ഷൻ മാത്രമേ തിരിയുള്ളൂ. അപ്പോൾ ഒരു DC മെഷീനിലെ ടോർക്കിന്റെ എക്സ്പ്രഷൻ, if you remember, torque is directly proportional to, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? We have discussed in the last class. Torque is proportional to Renil Maliakil പറഞ്ഞത് BL. BL means flux intensity, I guess. അല്ലെ, ഫ്ലക്സ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് തോന്നുന്നു അല്ലെ. ഫ്ലക്സ് നമ്മൾ ഓൾറെഡി ഫൈ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ B ഫ്ലക്സ് ഡെൻസിറ്റി ആണ്, ഫൈ ആണ് ഫ്ലക്സ് പെർ പോൾ. യെസ് ഓക്കെ. സോ IA2 അനന്തകൃഷ്ണൻ കറക്റ്റ് ആണ്. സോ ദ ടോർക്ക് ഈസ്, ഈ PDF എഴുതാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നെ എഴുതി വെക്കുക. ടോർക്ക് ഓഫ് എ DC മെഷീൻ, സീരീസ് ആയിക്കോട്ടെ, ഷണ്ട് ആയിക്കോട്ടെ, കോമ്പൗണ്ട് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, DC മെഷീൻ്റെ ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ഫ്ലക്സ് ആൻഡ് ആർമേച്ചർ കറന്റ്. T ഈസ് പ്രൊപ്പോർഷണൽ ടു 5 into IA. T ഈസ് പ്രൊപ്പോർഷണൽ ടു 5 into IA. ശരിയല്ലേ? നമുക്കറിയാവുന്ന എക്സ്പ്രഷൻ ആണ് അല്ലെ, ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഇൻറ്റു IA. അപ്പോൾ ഒന്നെങ്കിൽ ഫ്ലക്സ് തിരിക്കുക, ഫ്ലക്സിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ആക്കുക, അല്ലെങ്കിൽ കറന്റിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ആക്കുക. ഏതെങ്കിലും ഒരു കേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ടോർക്ക് നേരെ നെഗറ്റീവ് ആവും അല്ലെ. ടോർക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ടോർക്ക് കിട്ടി, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങും. സോ ഫ്ലക്സ് തിരിക്കണമെങ്കിൽ, ഫ്ലക്സ് നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്ത് വേണം? ഫ്ലക്സ് കൊടുക്കുന്നത് ആരാ? ഫീൽഡ് വൈൻഡിങ്സ് ആണ് അല്ലെ. ഈ ഫീൽഡ് വൈൻഡിങ്ങിനെ നേരെ തിരിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലക്സ് തിരിയും. ഓക്കെ, സോ option B, sorry, we are discussing about question number 3, interchange the field. Option B, yes, option B correct ആണ്. Option B correct ആണ്. ഫീൽഡ് ടെർമിനൽസ് നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫൈ തിരിഞ്ഞു, ഫൈ നെഗറ്റീവ് ആയി, അപ്പോൾ അതുകൊണ്ട് ടോർക്ക് നെഗറ്റീവ് ആവും. വാട്ട് അബൌട്ട് ഓപ്ഷൻ ഡി, ഡോഗ്, അവസാനത്തെ ഓപ്ഷൻ ഡി, ഇന്റർചേഞ്ച് ആർമേച്ചർ ടെർമിനൽസ്. ആർമേച്ചർ ടെർമിനൽസ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറണ്ട് മാറും അല്ലെ. ഒരു ഡയറക്ഷനിൽ കറണ്ട് പോയത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി കറണ്ട്, ആർമേച്ചർ കറണ്ട്, ആർമേച്ചർ വൈൻഡിങ് നേരെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുവരെ പോകുന്ന ഡയറക്ഷനില്ല, നേരെ തിരിച്ചുള്ള ഡയറക്ഷനിലായിരിക്കും കറണ്ട് പോകുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് യു ആർ ഇന്റർചേഞ്ചിങ് IA, ആർമേച്ചർ കണ്ടക്ടർ തിരിച്ചു കൊടുക്കുമ്പോൾ IA, ആർമേച്ചർ കറണ്ടിന്റെ ഡയറക്ഷൻ മാറി, സോ ദാറ്റ് യു ക്യാൻ ഇൻവേർട്ട് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദ DC മെഷീൻ. ടോർക്കിന്റെ ഡയറക്ഷൻ മാറി, അത് തിരിയുന്ന ഡയറക്ഷൻ മാറി. സോ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ B and D ആർ കറക്റ്റ്. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് എഴുതിയിട്ടുള്ളതിൽ. സോ ഓപ്ഷൻ B and option D ആർ കറക്റ്റ്. B and D ആർ കറക്റ്റ്. വാട്ട് അബൌട്ട് ഓപ്ഷൻ A? ഇന്റർചേഞ്ചിങ് ദ സപ്ലൈ ടെർമിനൽസ്. സപ്ലൈ ടെർമിനൽസ് തിരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? DC സീരീസ് മോട്ടറിലെ we know that torque is proportional to 5 into IA. DC സീരീസ് മോട്ടർ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ആർമേച്ചർ. ആർമേച്ചറിന് സീരീസ് ആയിട്ട് ആർമേച്ചർ റെസിസ്റ്റൻസ് ഉണ്ട്. സീരീസ് വൈൻഡിങ് ആയിട്ടാണ് ഫീൽഡ് വൈൻഡിങ് ഉള്ളത് അല്ലെ, സീരീസ് ആയിട്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് DC സീരീസ് മോട്ടർ. ദ ഫീൽഡ് വൈൻഡിങ് ഈസ് ഓൾസോ connected in series. So this is armature resistance, this is field winding resistance. So this is the applied voltage VT. So if you are interchanging, say this is plus and this is negative. If you are interchanging these terminals, VT എന്നുള്ള terminals interchange ചെയ്തു, നെഗറ്റീവ് ഉള്ള മുകളിലും പോസിറ്റീവ് ഉള്ള താഴെയും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറണ്ട് ഉള്ളിലേക്കായിരുന്നു ആദ്യത്തെ കേസിലുണ്ടായിരുന്നത്, രണ്ടാമത്തെ കേസിൽ എന്തായിരിക്കും? പുറത്തേക്കായിരിക്കും അല്ലേ. സപ്ലൈ ടെർമിനൽസ് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് മാറി. അപ്പൊ കറണ്ട് മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? IA ഡയറക്ഷൻ മാറി. വാട്ട് അബൌട്ട് ഫ്ലക്സ്? ഫ്ലക്സ് ഓൾസോ ചേഞ്ച്ഡ് അല്ലെ. ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ വൈൻഡിങ്ങിലാണ്. ഇതാണ് ഫീൽഡ് വൈൻഡിങ്. അപ്പൊ ഫീൽഡ് വൈൻഡിങ്ങിൽ കൂടെയുള്ള കറണ്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനായി, അപ്പൊ ഫ്ലക്സിന്റെ ഡയറക്ഷൻ മാറി. സോ ഇഫ് വി interchange the supply terminals നമ്മൾ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ the torque will be now proportional to -5 and -IA, so which will be again 5 into IA. That means direction of torque is still in the same direction. Okay, is it clear? സപ്ലൈ ടെർമിനൽസ് തിരിച്ചു കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ ഫ്ലക്സിന്റെ ഡയറക്ഷൻ മാറി, കറണ്ടിന്റെ ഡയറക്ഷൻ മാറി. സോ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ്. സോ ദ ടോർക്ക് പ്രൊഡ്യൂസ്ഡ് വിൽ ബി ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ബിഫോർ. Is it clear?
Yes. അങ്ങനെയാണെങ്കിൽ the next question is, what will happen if you are connecting an AC supply to a DC series motor? ഒരു AC supply നമ്മൾ ഇവിടെ കൊടുത്തു. ഇവിടെ നമ്മൾ DC കൊടുക്കുന്നതിന് പകരം DCക്ക് പകരം if you are applying a AC supply in the DC series motor, ഈ മോട്ടർ കറങ്ങോ ഇല്ലയോ? Whether the DC motor will works or does not work. Yes, റിനിൽ മലയ്ക്ക് പറഞ്ഞ കറക്റ്റ് ആണ്. റൊട്ടേറ്റ് ചെയ്യും അല്ലേ? കാരണം എന്താ, ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തു, നമ്മൾ ഡയറക്ഷൻ മാറ്റി കൊടുത്താലും ഏത് സപ്ലൈ ടെർമിനൽസ് തിരിച്ചു കൊടുത്താലും അതിന്റെ അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സും തിരിയും കറണ്ടും തിരിയും, പക്ഷെ അതിന്റെ ടോർക്കിന്റെ ഡയറക്ഷൻ മാറുന്നില്ല. അപ്പൊ ഏത് ഡയറക്ഷനാണോ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഡയറക്ഷനിൽ തന്നെ ഇത് തിരിഞ്ഞുകൊണ്ടിരിക്കും. സോ ദിസ് DC സീരീസ് മോട്ടർ can be used for in DC as well as AC. Okay. That is why a type of DC series motor is known as universal motor, which is commonly used in mixers. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സി ഒക്കെ ഉണ്ടല്ലോ, മിക്സേഴ്സ്. ആ മിക്സിയുടെ ഉള്ളിലുള്ള മോട്ടർ DC സീരീസ് മോട്ടറിന്റെ ഒരു ടൈപ്പാണ്. കൺസ്ട്രക്ഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് DC സീരീസ് മോട്ടർ വിച്ച് ഈസ് അപ്ലൈഡ് ഇൻ AC. അല്ലേ, നമ്മൾ AC-യിലാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വേറെ കൺവേർട്ടർ ഒന്നുമില്ല. നേരെ നമ്മൾ AC പവറിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ AC-യിൽ കൊടുക്കുമ്പോഴാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ മേക്ക് ഷുർ ദാറ്റ് യുവർ DC സീരീസ് മോട്ടർ ഈസ് കേപ്പബിൾ ടു റൊട്ടേറ്റ് ബോത്ത് ഇൻ AC as well as DC. Yes. Question number 4. A DC shunt generator driven at a normal speed in the normal direction fails to build up armature voltage because ഒരു സാധാരണ ഒരു DC ഷണ്ട് ജനറേറ്റർ എല്ലാതും റേറ്റഡ് കറണ്ട് അല്ല, റേറ്റഡ് സ്പീഡിൽ എല്ലാം ഡയറക്ഷനും ഒക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, ആൻഡ് യു ആർ ഗിവിംഗ് ദ മെക്കാനിക്കൽ എനർജി ടു റൊട്ടേറ്റ് ദ ഷാഫ്റ്റ്, റോട്ടർ തിരിക്കാനുള്ള ഒരു മെക്കാനിക്കൽ എനർജിയും കൊടുത്തു. പക്ഷെ സ്റ്റിൽ ദ ഇൻഡ്യൂസ്ഡ് EMF is not produced. The generator is not working or generator fails to build up the armature voltage because എന്തുകൊണ്ടായിരിക്കും? The resistance of the armature is very high, field current is not sufficiently high, there is no residual magnetism, field winding has small number of turns. റിനിൽ പറഞ്ഞു. വേറെ ആരെങ്കിലും? ഇനി അതർ ആൻസർ ദീപക്, മീര, സൂര്യ. യെസ്, ഓപ്ഷൻ ബി സൂര്യ. ഓപ്ഷൻ ബി, the field current is not sufficiently high. Okay, ദീപക് ഓപ്ഷൻ സി പറഞ്ഞു. ഓക്കെ, മീര റൈറ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ദർ ഇസ് നോ റെസിഡ്യുവൽ മാഗ്നറ്റിസം. അല്ലേ, റെസിഡ്യുവൽ മാഗ്നറ്റിസം ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഈ വോൾട്ടേജ് ബിൽഡപ്പ് ഉണ്ടാവുള്ളൂ. അല്ലെ, റെസിഡ്യുവൽ മാഗ്നറ്റിസം ഉണ്ടാവണം, അല്ലെങ്കിൽ അത് എപ്പോഴും 0 വോൾട്ടിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. റെസിഡ്യുവൽ മാഗ്നറ്റിസം ഇല്ലെങ്കിൽ ഒരു DC ജനറേറ്റർ, നമ്മൾ ന്യൂലി കൺസ്ട്രക്റ്റഡ് DC മെഷീൻ ആണെന്ന് വിചാരിക്കാം, ഒരു പുതിയതായിട്ട് മെഷീൻ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കി വന്നിട്ടുള്ള ഒരു മെഷീൻ, അതിന് റെസിഡ്യുവൽ മാഗ്നറ്റിസം ഉണ്ടാവില്ല. അല്ലെ, അപ്പൊ അങ്ങനെയുള്ള ഒരു മെഷീന് റെസിഡ്യുവൽ മാഗ്നറ്റിസം കൊടുക്കാനായിട്ട് നമ്മളൊരു പ്രോസസ്സ് പറയും. ആ പ്രോസസ്സിന്റെ പേരാണ്, anyone remember the process of giving a DC supply to give the residual magnetism for a newly constructed DC machine? ഒരു DC മെഷീനിൽ റെസിഡ്യുവൽ മാഗ്നറ്റിസം കൊടുക്കാനായിട്ട് ഒരു പ്രോസസ്സ് പറയും. അതിന്റെ പേരാണ്, we have already discussed in the last class, not in last class, last few class before. DC flashing. Okay, നമ്മൾ yes, correct. ജസ്റ്റ് നമ്മൾ ഒരു DC സപ്ലൈ ഇതിന് അക്രോസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമ്മൾ പോസിറ്റീവ് കൊടുത്തത് എവിടെയാണോ നെഗറ്റീവ് കൊടുത്തോ ആ ഡയറക്ഷനിലെ അതിന്റെ ഡൈപോൾസ് അലൈൻ ചെയ്യും. അപ്പോൾ വളരെ കുറച്ച് ഡൈപോൾസ് തിരിച്ച് അലൈൻ ആവില്ല. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു റെസിഡ്യുവൽ മാഗ്നറ്റിസം അവിടെ ബാക്കി നിൽക്കും. ഓക്കെ, ഒരു 230 വോൾട്ട്, 300 വോൾട്ട്, 400 വോൾട്ട് DC മെഷീനിലൊക്കെ ഈ റെസിഡ്യുവൽ മാഗ്നറ്റിസം ഉണ്ടാവുക ഏകദേശം 1 വോൾട്ട് 2 വോൾട്ട് ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. വളരെ ചെറുതായിരിക്കും. റേറ്റഡ് വോൾട്ടേജ് 230 അല്ലെങ്കിൽ 400, 500 ആയിക്കോട്ടെ. 500 വോൾട്ട് മെഷീനിലെ നമ്മൾ ഈ റെസിഡ്യുവൽ മാഗ്നറ്റിസം നടത്തും 1 വോൾട്ട് അല്ലെങ്കിൽ 2 വോൾട്ട് ഉണ്ടാവുള്ളൂ. ഈ 2 വോൾട്ട് ഇല്ലെങ്കിൽ, അത്രയും ചെറിയൊരു ഇതില്ലെങ്കിൽ, ഇറ്റ് നെവർ പ്രൊഡ്യൂസ് ദ EMF ഉണ്ടാവില്ല. So the process of giving a DC supply in the armature wind, in the field windings, to produce a residual magnetism is called DC flashing. So option C an answer.
Surya option B പറഞ്ഞിട്ടുണ്ടായിരുന്നു. Field current is not sufficiently high. But the resistance of armature is very high. Options ഒന്നും നമ്മൾ എടുത്തില്ല. കാരണം എന്തായിരുന്നു? If you remember, we have discussed about the critical resistance. Critical resistance ഉണ്ടായിരുന്നു. ആ ഒരു പോയിന്റ് വെച്ചിട്ടായിരിക്കും സൂര്യ ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ടാവുക. Critical resistance എന്തായിരുന്നു? Critical resistance is the maximum allowable resistance in the field winding. Field winding-ൽ നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? The machine fails to build the armature voltage. Okay, armature voltage ഉണ്ടാവില്ല, ഇൻഡ്യൂസ് EMF ഉണ്ടാവില്ല. എപ്പോൾ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് നമ്മൾ ഫീൽഡ് വൈൻഡിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, വാട്ട് അബൌട്ട് ദ ക്രിട്ടിക്കൽ സ്പീഡ്? ക്രിട്ടിക്കൽ സ്പീഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്തായിരുന്നു ക്രിട്ടിക്കൽ സ്പീഡ്? എന്ന സ്പീഡ് റോട്ടറിന്റെ സ്പീഡാണ് സ്പീഡ്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ സ്പീഡിനേക്കാളും കുറഞ്ഞൊരു സ്പീഡിലാണ് മെഷീൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ, ക്രിട്ടിക്കൽ സ്പീഡിനേക്കാളും കുറഞ്ഞ ഒരു സ്പീഡിലാണ് മെഷീൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ, then also the machine fails to build up the armature voltage. പക്ഷെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് റണ്ണിങ് അറ്റ് റേറ്റഡ് സ്പീഡ് അല്ലേ? നോർമൽ സ്പീഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ദിസ് നോർമൽ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് വെൽ അബവ് ദ ക്രിട്ടിക്കൽ സ്പീഡ്, സോ ഇറ്റ് ഷുഡ് ബിൽഡ് അപ്പ്. So the only option left out is there is no residual magnetism. Option C. Option C. If you have any doubts in between, you can unmute your mic or you can type in the chat box. Question number 5. If a DC motor connected across a AC supply, the motor will DC motor connected across a AC supply, എന്ത് സംഭവിക്കും? DC മോട്ടറിൽ നമ്മൾ AC കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? Run continuously but the sparking takes place at the brushes. Sparking takes place at the brushes. അങ്ങനെ സംഭവിക്കും. ബ്രഷിൽ സ്പാർക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യത എപ്പോഴാണ്? ഡ്യൂ ടു ദ പുവർ കമ്മ്യൂട്ടേഷൻ. കമ്മ്യൂട്ടേഷൻ പുവർ ആകുമ്പോഴാണ് ഈ ബ്രഷിൽ സ്പാർക്ക് ഉണ്ടാവുക. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഈ ബ്രഷിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസിലായിരിക്കണം ബ്രഷിന്റെ ലൊക്കേഷൻ. ഇഫ് ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ചേഞ്ച് ഫ്രം ദ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്, മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസിന് കുറച്ചൊന്ന് ചേഞ്ച് ചെയ്ത് എന്ത് സംഭവിക്കും? ഈ കമ്മ്യൂട്ടേഷൻ സെഗ്മെന്റിൽ നിന്ന് വരുന്ന കറണ്ടുകൾ എക്സാക്ട്ലി സീറോയിലേക്ക് എത്തില്ല. ഓക്കെ, അത് ബ്രേക്ക് ചെയ്യുമ്പോൾ സീറോ കറണ്ട് ആയിരിക്കില്ല. അപ്പോൾ ബ്രേക്ക് ചെയ്ത മൊമെന്റിൽ അത് സീറോ ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബാക്കിയുള്ള റെസിഡ്യൂൽ കറണ്ട് ഒക്കെ സ്പാർക്കായിട്ട് പോകും. ഓക്കെ, അപ്പോൾ കമ്മ്യൂട്ടേഷൻ പുവർ ആണെങ്കിൽ മാത്രമാണ് ഈ ബ്രഷിൽ സ്പാർക്ക് ഉണ്ടാവുള്ളൂ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. Burns as eddy currents in the field produce heat. കാരണം എന്താ? കാരണം ഫീൽഡ് വൈൻഡിങ്ങിൽ നമ്മളിപ്പോഴും എന്ത് കൊടുക്കണം? DC കൊടുക്കണം. ഫീൽഡ് വൈൻഡിങ്ങിൽ DC കൊടുക്കണം. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആണെങ്കിൽ ഇത്ര പ്രശ്നമില്ലായിരുന്നു. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആണെങ്കിൽ അത് എന്താ സംഭവിക്കുക? റൺ ചെയ്യില്ല, മെഷീൻ റൺ ചെയ്യില്ല. പക്ഷെ അത് കറണ്ട് ഫ്ലോ ഉണ്ടായിട്ട് ആ വൈൻഡിങ്ങുകൾ കത്തിപ്പോവാൻ സാധ്യതയുണ്ട്. പക്ഷെ നോർമൽ ഈ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് അല്ലാത്ത ഷണ്ട് മോട്ടോഴ്സ്, കോമ്പൗണ്ട് മോട്ടോഴ്സ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഫീൽഡ് വൈൻഡിങ്ങിന്റെ ഉള്ളിൽ ഹ്യൂജ് എഡി കറന്റ്സ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദിസ് വിൽ കോസ് എ ബേണിംഗ്സ് ഇൻ ദ ഫീൽഡ് കറന്റ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ. Question number 6. What would happen when the field of DC shunt motor is opened? DC shunt മോട്ടറിന്റെ ഫീൽഡ് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചാൽ എന്ത് സംഭവിക്കും? അത് നോർമലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്നാണ് ഓപ്പൺ ആക്കണേ. അപ്പൊ എന്ത് സംഭവിക്കും? ആലോചിച്ച് പറയാം. യെസ്, ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് സംഭവിക്കുക കേട്ടോ. ദ സ്പീഡ് ഓഫ് ദ മോട്ടർ വിൽ ഇനോർമസ്ലി ഹൈ. അതിന്റെ സ്പീഡ് കൂടി 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 പോകും. കാരണം എന്താ? Yes, flux will become zero. Torque is directly proportional to flux into armature current. Flux is zero, so the torque is zero. Torque and speed is inversely proportional in DC shunt motor. So the speed of the motor will be enormously high.
you see the characteristic of a DC shunt motor, you will understand. So option C is answer. Question number 7 എല്ലാവർക്കും പറയാൻ പറ്റും. Which of the following motor is used in the locomotives motor drives? Locomotive motor drives എന്ത് ഉപയോഗിക്കാം? Option B. Option B. DC series motor ആണ്. ഇൻഡക്ഷൻ മോട്ടർ ആണ് ന്യൂ ഡേയ്സ്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതിൽ ഇൻഡക്ഷൻ മോട്ടർ ആണ്. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മെഷീൻസ് ആണ് വിത്ത് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്സ്. ഓക്കെ, അത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടർ അല്ല DC series മോട്ടർ തന്നെ ആൻസർ ചെയ്താൽ മതി. Okay, it's not updated in our textbooks. Question number 8. The mechanical power developed by a DC motor is maximum. The mechanical power developed by a DC motor is maximum when back EMF is equal to applied voltage, back EMF is equal to 0, back EMF is equal to half of the applied voltage. Yes, option C ആണ് ആൻസർ. ഓപ്ഷൻ സി. മാക്സിമം പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി തിയറം നമുക്ക് അറിയാം അല്ലെ. മാക്സിമം പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി അത് നമുക്ക് അത് പ്രകാരം എങ്ങനെയായിരിക്കും? മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ സോഴ്സിന്റെ ഇംപിഡൻസിന്റെ അതേ വാല്യൂ തന്നെയായിരിക്കണം അവിടുത്തെ കണക്റ്റിംഗ് ലീഡ്സിന്റെ ഇംപിഡൻസ് അല്ലെ. ദാറ്റ് മീൻസ് ദ അപ്ലൈഡ് വോൾട്ടേജ് എത്രയാണോ അത് കൃത്യം ഹാഫ് ആയിട്ട് പോകും. ഒന്ന് സോഴ്സ് ഇംപിഡൻസിൽ പോകും, ബാക്കിയുള്ള ഹാഫ് മാത്രം അവിടേക്ക് എത്തുന്നു. So if you are considering in the case of a motor, so the back EMF will be the exactly half of the applied voltage. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് മാക്സിമം മെക്കാനിക്കൽ പവർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. So option C. Question number 9. The speed of a DC motor can be varied by. The speed of the DC motor can be varied by varying the field current only, varying the field current or armature resistance, varying the supply voltage. Option B or C. Speed control of a DC machine. We know that you have an armature, you will have a series resistance of the armature or a terminal voltage V. So the back EMF E. The current will be flowing in this direction. Motor ആണ് അല്ലേ, അപ്പോൾ സപ്ലൈ ചെയ്യുന്ന ഉള്ളിൽ. So if you see the voltage balance equation, V is equal to E plus IARA, right? Or in other words, E is equal to V minus IARA. And we know that E is equal to NP5 by 60 into Z by A. N എന്തായിരുന്നു? RPM. P means number of poles. 5 means flux per pole. Z means total number of conductors. A means number of parallel path. The value of A will be equal to 2 for wave winding, and value of A will be equal to number of poles P for lap winding. So if you see this, P is a constant, Z is a constant, A is a constant, and 60 is a constant. So I can write E is directly proportional to N5. ശരിയല്ലേ? is directly proportional to N5. ഏത് DC മെഷീൻ ആയിക്കോട്ടെ, സീരീസ് ആയിക്കോട്ടെ, ഷണ്ട് ആയിക്കോട്ടെ, എന്താ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആയിക്കോട്ടെ, E is directly proportional to N5. So I can write in the left hand side of this equation, will be N5 is proportional to V minus IARA. Or in other words, N is proportional to V minus IARA divided by 5. So if you want to change the current of a DC machine, either you can change the armature voltage, or you can change the armature resistance, or you can change the field flux. Okay. ഒന്നെങ്കിൽ V മാറ്റിയാൽ മതി, അല്ലെങ്കിൽ R മാറ്റിയാൽ മതി, അല്ലെങ്കിൽ 5 മാറ്റിയാൽ മതി. ഏതെങ്കിലും ഒന്ന് മാറ്റി കഴിഞ്ഞാൽ you can easily control the speed. So in this question number 9 എന്തായിരിക്കും ആൻസർ? The speed of the DC motor can be varied by varying the field current only. ഫീൽഡ് കറന്റ് മാറ്റി കഴിഞ്ഞാൽ ഫ്ലക്സ് മാറും, നമ്മുടെ സ്പീഡ് മാറ്റാൻ പറ്റും. varying the field current or armature resistance. Field current അല്ലെങ്കിൽ armature resistance മാറ്റാം. varying the supply voltage. ഇതെല്ലാ കേസും ഉണ്ട് കേട്ടോ. അപ്പോൾ എയും ബിയും സിയും ഉണ്ട്. So you can change the option D to A or B or C. Option D എന്നുള്ളത് നമുക്ക് A or B or C നോക്കാം. B or C മാത്രം ഇപ്പോൾ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. അതിൽ
എയും കൂടി ഉണ്ട്. അപ്പോൾ ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. Question number 10. What will happen if the back EMF in the DC motor absent? Back EMF ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? Yes. റിനിൽ മാളികയിൽ പറഞ്ഞിട്ടുണ്ട്. Any other answer? ആലോചിച്ച് നോക്കുക. ബാക്ക് EMF means EB. So if you write an equation, നമ്മൾ നേരത്തെ വരച്ച പോലെ ഒരു ഇക്വേഷൻ എഴുതാണെങ്കിൽ V is equal to E plus IARA ആണ് അല്ലേ? V is equal to E plus IARA. So from that equation you can write the expression for IA. IA equation എഴുതാൻ പറ്റും. IA will be equal to V minus E by RA. I repeat, V is equal to E plus IARA. In that case, IA will be equal to V minus E by RA. Okay. Back EMF illengil, back EMF എന്ന് പറഞ്ഞാൽ E ആണ് back EMF കേട്ടോ. It is known as induced EMF or excited EMF in the case of generator. In the case of motor, this EMF is known as back EMF. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ back EMF ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? V minus E by RA ആണ്. നമ്മൾ E0 ആണെങ്കിൽ V by RA ആയിരിക്കും. V by RA. The value of armature resistance will be very, very small, in the order of 0.02, 0.05, 0.001 ആ റേഞ്ചിലായിരിക്കും എന്തുണ്ടാവുക? ആർമേച്ചർ റെസിസ്റ്റൻസ് ഉണ്ടാവുക. The value of armature resistance will be in the order of 0.02, 0.05. Okay, ആ റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. That means the current will be very, very high. കറണ്ട് ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പൊ നോർമൽ കേസിലെ ഈ കറണ്ട് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുമായിരുന്നു? അവിടുത്തെ ബാക്ക് EMFന്റെ വാല്യൂ കൂടി കൂടി വരും. അപ്പൊ ഇനീഷ്യലി ഉള്ള ഈ ഒരു സ്റ്റാർട്ടിങ് കറണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഹൈ കറണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ നോർമൽ കേസിൽ. എപ്പോൾ ബാക്ക് EMF ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ. ബാക്ക് EMF ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ജസ്റ്റ് V minus E by RA എന്നുള്ള E എപ്പോഴും 0 ആണ്. സോ ജസ്റ്റ് V by RA is your armature current. It will V by RA എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വെരി ഹ്യൂജ് കറണ്ട് ലൈനിലൂടെ ഫ്ലോ ചെയ്യുന്ന എന്ത് സംഭവിക്കും? അവസാനം മോട്ടർ കത്തും അല്ലേ? സോ ദ മോട്ടർ വിൽ ബേൺ. So always make sure that you have a back EMF when you are operating a DC machine as a motor. Motor ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ back EMF ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. Question number 11. The field flux of a DC motor can be controlled to achieve. The field flux of the DC motor can be controlled to achieve above the rated speed, below the rated speed, speed above and below steady speed. ഫീൽഡ് ഫ്ലക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് റേറ്റഡ് സ്പീഡിനേക്കാളും മുകളിലുള്ള സ്പീഡാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക, താഴെയുള്ള സ്പീഡാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക, അതോ സ്റ്റഡി സ്റ്റേറ്റിൽ അപ്പുറത്തെ ഒരു ഇത് മാത്രമാണ് കൺട്രോൾ? യെസ്, ഓപ്ഷൻ എ. റിനിൽ പറഞ്ഞ ഉത്തരം ശരിയാണ്. ദീപക് ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കാം. ദ ഫീൽഡ് ഫ്ലക്സ്, നമ്മുടെ സ്പീഡിന്റെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തു അല്ലേ? N is proportional to V minus IARA by 5. ഡിനോമിനേറ്ററിലാണ് 5 ഉള്ളത് അല്ലേ? അപ്പൊ 5ന്റെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൂട്ടാനും പറ്റും, കുറയ്ക്കാനും പറ്റും അല്ലേ? 5ന്റെ വാല്യൂ കൂട്ടി കഴിഞ്ഞാൽ സ്പീഡ് കുറയും, 5ന്റെ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൂടും. പക്ഷേ 5ന്റെ വാല്യൂ ഒരു പരിധി വിട്ട് കൂട്ടാൻ പറ്റുമോ? Is it possible to vary the field much higher? ഇല്ല അല്ലേ? സാച്ചുറേഷൻ സംഭവിക്കും. സോ ഓൾവേസ് ദ DC മോട്ടർ ഇറ്റ് വിൽ ബി ഓപ്പറേറ്റിംഗ് ഇൻ ദ നീ വോൾട്ടേജിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക, അതായത് സാച്ചുറേഷൻ തൊട്ട് മുമ്പത്തെ ഒരു പോയിന്റിൽ. അപ്പോൾ ഈ ഫ്ലക്സിന് നമുക്ക് ഒരു പരിധി വിട്ട് കൂട്ടാൻ പറ്റില്ല, പക്ഷെ എത്ര വേണമെങ്കിലും കുറയ്ക്കാം അല്ലെ? 0 വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഡിനോമിനേറ്റർ കുറയ്ക്കും തോറും എന്ത് സംഭവിക്കും? മൊത്തം മാഗ്നിറ്റ്യൂഡ് കൂടും. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു കൺട്രോൾ ദ സ്പീഡ് ഓവർ ദ റേറ്റഡ് സ്പീഡ്. റേറ്റഡ് സ്പീഡിന് മുകളിലുള്ള ഒരു സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിലുള്ള കൺട്രോൾ പറ്റും. ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ ആണെങ്കിലോ, ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ ഉപയോഗിച്ചിട്ട് റേറ്റഡ് സ്പീഡിന് താഴെയുള്ള സ്പീഡുകളാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഇതുകൊണ്ട് ഒന്ന് എഴുതി വയ്ക്കുക. ഫീൽഡ് ഫ്ലക്സ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേറ്റഡ് സ്പീഡിന് മുകളിലുള്ള സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആർമേച്ചർ വോൾട്ടേജ് ആണ് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ എന്താ പറയാ, റേറ്റഡ് സ്പീഡിന് താഴെയുള്ള സ്പീഡുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഹിയർ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ.
Option A. Question number 12. Question number 12. The approximate brush voltage drop in a DC motor is. എപ്പോഴും നമ്മളൊരു പ്രോബ്ലം ചെയ്ത് ബൈ എക്സ്പീരിയൻസ് നമുക്ക് വരുന്നതാണ്. എല്ലാ പ്രോബ്ലത്തിലും എൻ്റെ വാല്യൂ എപ്പോഴും 2 വോൾട്ട് ആയിരിക്കും. യെസ്, ഓപ്ഷൻ സി. ബ്രഷ് ഡ്രോപ്പ് വോൾട്ടേജ് സീരീസ് ആയിക്കോട്ടെ, ഷണ്ട് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ബ്രഷിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എപ്പോഴും 2 വോൾട്ട് ആയിരിക്കും. ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ കപ്പാസിറ്റി ഓഫ് ദ മെഷീൻ. റേറ്റഡ് വോൾട്ടേജ് 400 ആയിക്കോട്ടെ, 500 ആയിക്കോട്ടെ, 230 ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, പക്ഷേ ഇതിൻ്റെ ബ്രഷ് ഡ്രോപ്പ് വോൾട്ടേജ് നോർമലി 2 വോൾട്ട് ആണ്. So all these questions were asked in the previous PSC questions. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റും. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെയായിരുന്നു അല്ലേ. സോ ഇറ്റ്സ് നോട്ട് മച്ച് ടൈം കൺസ്യൂമിങ്, അത്ര ടൈം കൺസ്യൂമിങ് ആയിരുന്നില്ല. ഓക്കെ, വിൽ സി. ക്വസ്റ്റ്യൻ നമ്പർ 13. The DC motor starters are used for. DC മോട്ടറിലെ സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ എ, ടു ലിമിറ്റ് ദ സ്റ്റാർട്ടിംഗ് കറന്റ്. ഓപ്ഷൻ ബി, ടു ഇൻക്രീസ് ദ സ്റ്റാർട്ടിംഗ് കറന്റ്. Option C, both A and B. Option D, none of this. എന്തായിരിക്കും? ഡയറക്റ്റ് ആണ് അല്ലേ. ഓപ്ഷൻ എ, ടു ലിമിറ്റ് ദ സ്റ്റാർട്ടിംഗ് കറന്റ്. സ്റ്റാർട്ടിംഗ് കറന്റ് കൂടുതലായിരിക്കും കുറവായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഫോർ എ DC motor V is equal to E plus IARA. For a DC motor, V, the terminal voltage V is equal to E, which is back EMF, E plus IARA. Sorry. Yes, E plus IR. So in that case, IA will be equal to, IA is equal to V minus E by RA. V minus E. അപ്പോൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിലെ അതിന്റെ സ്പീഡ് 0 ആണ് അല്ലേ. സീറോ സ്പീഡ് എന്നാണ് നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. സ്പീഡ് 0 ആണെങ്കിൽ അവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ബാക്ക് EMF എന്തായിരിക്കും? We know that E is proportional to N into 5. N into 5. 5 എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് അവിടെ ഓൾറെഡി ഉണ്ട്, പക്ഷെ അവിടുത്തെ സ്പീഡ് 0 ആണ് അല്ലേ. ദാറ്റ് മീൻസ് ദ ബാക്ക് EMF ഈസ് 0. ബാക്ക് EMF 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ കറണ്ട് ഭയങ്കര കൂടുതലായിരിക്കും. V മൈനസ് E ബൈ RAയിലെ E 0 ആയതുകൊണ്ട് അവിടുത്തെ കറണ്ട് വിൽ ബി വെരി ഹൈ. സോ ഇൻ ഓർഡർ ടു ലിമിറ്റ് ദ സ്റ്റാർട്ടിംഗ് കറന്റ് വി ആർ പ്രൊവൈഡിംഗ് ദ സ്റ്റാർട്ടേഴ്സ്. Commonly we have 2 types of starters, which is 3-point starter and 4-point starter. 3-point starter നമ്മൾ DC shunt മെഷീനിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. 3-point starter DC shunt മെഷീനിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. And that too, if you are providing a DC shunt 3-point starter, you cannot regulate the speed of a DC shunt motor. DC shunt motorന്റെ സ്പീഡ് നമുക്ക് ഈ ഫീൽഡ് കറണ്ട് വേരി ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, it is connected in series with the field winding. Field winding ആയിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഫീൽഡ് വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് മാറ്റിയിട്ട് നമുക്ക് DC ഷണ്ട് മോട്ടറിന്റെ സ്പീഡ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോൾ 3-point starter ആണ് ഉപയോഗിക്കണമെങ്കിൽ. Instead, if you are using 4-point starter, it is possible. Question number 14. Question number 14. Which of the following tests can be used to measure the stray losses of a DC motor? DC മോട്ടറിന്റെ stray ലോസുകൾ കണ്ടുപിടിക്കാനായിട്ട് ഏത് ടെസ്റ്റ് ചെയ്താലാണ് പറ്റും? Question number 14. Yes, Anandakrishan ആൻസർ കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ്, റണ്ണിംഗ് ഡൗൺ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. റണ്ണിംഗ് ഡൗൺ ടെസ്റ്റ്. ഫീൽഡ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫീൽഡ് സർക്യൂട്ട്. നമ്മൾ ആക്ച്വൽ ഒന്നെങ്കിൽ നമ്മളതിൻ്റെ ഫീൽഡിലേക്ക് പോയിട്ട് ടെസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെയാണ് ഫീൽഡ് ടെസ്റ്റ്. ആക്ച്വൽ ടെസ്റ്റ് ആണത്. അതായത് നമ്മൾ ശരിക്ക് ഒരു മെഷീൻ നമ്മൾ അവിടെ പോയിട്ട് മെഷർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഫീൽഡ് ടെസ്റ്റ്. ലോഡ് ടെസ്റ്റ് ആണ് ലോഡ് വേരി ചെയ്യുക. നോ ലോഡ് തൊട്ട് ഫുൾ ലോഡ് വരെ ലോഡ് വേരി ചെയ്തിട്ട് അവിടുത്തെ ഇത് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ലോഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ലോസ് ആണ് കിട്ടുക? നമുക്ക് കോപ്പർ ലോസ് ആണ് കിട്ടുക. By doing the load test, we are easily able to calculate the copper loss. I square R loss ആണ് നമുക്ക് ലോഡ് ടെസ്റ്റിൽ കിട്ടുക. ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ നമ്മൾ ജനറേറ്ററായിട്ട് ഓടിപ്പിക്കും, മറ്റു മെഷീൻ നമ്മൾ മോട്ടറായിട്ട് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ അത് തമ്മിലുള്ളത് ജനറേറ്ററിലേക്ക് നമ്മൾ കുറച്ച് പവർ കൊടുക്കുന്നു, സെയിം പവർ തന്നെ നമുക്ക് മോട്ടറിൽ കിട്ടുമോ? ഇല്ല, കുറച്ച് പവർ നമുക്ക് ലോസ് ആയിട്ട് പോകുന്നു. അപ്പൊ ടോട്ടൽ പവർ ലോസ്ഡ് ബോത്ത് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ. ഇലക്ട്രിക്കൽ സൈഡിലും മെക്കാനിക്കൽ സൈഡിലും മൊത്തമായിട്ടുള്ള ലോസ് കണ്ടുപിടിക്കാനായിട്ടാണ് നമുക്ക് ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് നടത്താൻ പറ്റുക. റണ്ണിംഗ് ഡൗൺ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് ചെയ്താലാണ് നമുക്ക് സ്ട്രേ ലോസസ്. എന്താ സ്ട്രേ ലോസ് നമ്മൾ പറഞ്ഞു അല്ലേ? എന്തായിരുന്നു? ഇനി വേണ്ടി റിമെമ്പർ വാട്ട് ഈസ് സ്ട്രേ ലോസസ്?
friction laws ആണോ? Friction and windage laws are collectively known as mechanical laws. Frictional and windage laws collectively known as mechanical laws, where the frictional laws was proportional to RPM. Speed എത്രയാണോ അതിനോട് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവുക. വിൻറ്റേജ് ലോസ് വാസ് പ്രൊപ്പോർഷണൽ ടു n സ്ക്വയർ. സ്പീഡിന്റെ സ്ക്വയറിനോട് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും വിൻറ്റേജ് ലോസ് ഉണ്ടാവുക. ഫ്രിക്ഷൻ ലോസും വിൻറ്റേജ് ലോസും ഒക്കെ മെക്കാനിക്കൽ ലോസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇറ്റ് ഈസ് അക്കൗണ്ടബിൾ ലോസ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വെൽ ഡിഫൈൻഡ് ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വിൻറ്റേജ് ലോസും ഫ്രിക്ഷൻ ലോസും ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സ്ട്രേ ലോസ് എന്ന് പറഞ്ഞാൽ all the unaccounted armature. Yes, exactly, correct. ദീപക് പറഞ്ഞ കറക്റ്റ് ആണ്. സ്ട്രേ ലോസ് എന്ന് പറഞ്ഞാൽ all the unaccounted ലോസിനെയാണ് നമ്മൾ സ്ട്രേ ലോസ് എന്ന് പറയുന്നത്. Unaccounted loss, or in other words, you do not have any strict governing mathematical equations. Okay, ഈ ടൈപ്പ് ഓഫ് സ്ട്രേ ലോസസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരു ഇതില്ല, എന്താ പറയുക, മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ദോസ് ടൈപ്പ് ഓഫ് ലോസസ് ആർ കോൾഡ് സ്ട്രേ ലോസസ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ദീപക് പറഞ്ഞത് ആർമേച്ചർ റിയാക്ഷൻ. ആർമേച്ചർ റിയാക്ഷൻ കാരണം ചെറിയൊരു ലോസ് സംഭവിക്കുന്നുണ്ട് അല്ലേ? എങ്ങനെ ലോസ് ഉണ്ടാവണേ? ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ ഫ്ലക്സ് ഡിസ്റ്റോർട്ടഡ് ആവുന്നുണ്ട്. ഫ്ലക്സ് ഡിസ്റ്റോർഷൻ, മെയിൻ ഫീൽഡ് ഫ്ലക്സ് ഡിസ്റ്റോർട്ട് ആവും. ശരിക്കും നമുക്ക് വരുന്ന അത്രയും ഇതിലായിരിക്കില്ല, ഒന്ന് ഡിസ്റ്റോർട്ട് ആവുന്നുണ്ട്. അപ്പൊ അത് കാരണം ചെറിയൊരു ലോസ് സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ലോസ് കമ്മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ അല്ലെ? കമ്മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ എന്തായിരുന്നു? കമ്മ്യൂട്ടേഷൻ സെഗ്മെന്റ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ റോട്ടർ. കമ്മ്യൂട്ടേഷൻ സെഗ്മെന്റ്സ് റോട്ടറിലാണുള്ളത്. ബ്രഷ് എവിടെയുള്ളത്? സ്റ്റേറ്ററിലാണുള്ളത് അല്ലെ? അപ്പൊ ഈ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. യെസ്, കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്റ്റേറ്ററിലുള്ള ബ്രഷിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള കോണ്ടാക്ട് വരുന്നു. അപ്പോൾ ഒരു സെഗ്മെന്റ്, കമ്മ്യൂട്ടേഷൻ സെഗ്മെന്റ് വന്ന് ടച്ച് ചെയ്തു, അത് കറങ്ങിയിട്ട് തിരിച്ചു പോയി. അടുത്ത സെഗ്മെന്റ് ഒന്ന് ടച്ച് ചെയ്തു, അത് കറങ്ങിയിട്ട് തിരിച്ചു പോയി. അപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ കറണ്ട് സീറോ ആയിരിക്കണം, അത് ലീവ് ചെയ്യുമ്പോഴും കറണ്ട് സീറോ ആയിരിക്കണം. ഇൻ കേസ് ഇഫ് ദ കറന്റ് വൈൽ ടച്ചിങ് ഈസ് നോട്ട് സീറോ, എന്ത് സംഭവിക്കും? സ്പാർക്ക് ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് ഒരു നോൺ സീറോ കറണ്ട് ഫ്ലോ ചെയ്യുന്ന പാത്തിൽ നമ്മൾ പെട്ടെന്ന് ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്പാർക്ക് ഉണ്ടാവും. ദിസ് സ്പാർക്ക് ഈസ് എനർജി ഈസ് ഡിസിപ്പേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് അല്ലെ? അതിന് ചുറ്റുള്ള എയർ നമ്മൾ ഹീറ്റ് ആക്കിയിട്ടാണ് സ്പാർക്ക് ഉണ്ടാവുന്നത്. So this type of energy is very difficult to account using well-written mathematical equations. So this type of losses are called stray losses. All these things were discussed in the previous classes. So if you have, yes. Sir, I have a doubt. Friction lossന്റെയും mathematical equation എന്ന് പറയും. അത് n square ആണ് മറ്റേ പറഞ്ഞിരുന്നു. അതിനൊരു വെൽ റിട്ടൺ ഇക്വേഷൻ ഉണ്ട്. പക്ഷെ ആ ഇക്വേഷനിലേക്ക് പോകണ്ട. നിങ്ങൾ ആകെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഫ്രിക്ഷണൽ ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്പീഡ്. ഈ മോട്ടറിന്റെ സ്പീഡ് എത്രയാണോ ആ സ്പീഡിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ഫ്രിക്ഷണൽ ലോസ്. വിൻറ്റേജ് ലോസ് ഈ സ്പീഡിന്റെ സ്ക്വയർ. വിൻറ്റേജ് ലോസ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ സ്പീഡ്. ഇത് മാത്രം ആലോചിച്ചാൽ മതി. സ്ട്രിക്റ്റ് ആയിട്ടുള്ള വെൽ റിട്ടൺ ഇക്വേഷൻസ് ഉണ്ട്, പക്ഷെ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ചോദിക്കില്ല. ഈവൻ ഫോർ ദ ഗേറ്റിന് പോലും അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കില്ല. ബട്ട് യു മേ ഹാവ് സം ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദിസ് എക്സ്പ്രഷൻ, ലൈക്ക് വിൻറ്റേജ് ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ സ്പീഡ് ആൻഡ് ഫ്രിക്ഷൻ ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ്. Question number 15. What Leonard method of speed control provides the speed control above the rated speed, below the rated speed, both A and B? യെസ്, റെഡിൽ ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട്. വാട്ട് ലിയനോർഡ് മെത്തേഡ് എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം നമ്മളൊരു മോട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒരു ജനറേറ്ററിന്റെ ഷാഫ്റ്റ് തിരിക്കും. ഒരു ഡി സി സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മെഷീന്റെ ഷാഫ്റ്റ് ആർമേച്ചർ തിരിക്കും. ഓക്കെ, ഈ ജനറേറ്ററിന്റെ ഫീൽഡ് വൈൻഡിങ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ജനറേറ്ററിന്റെ ടെർമിനൽ വോൾട്ടേജ് വാരി ചെയ്യാൻ പറ്റും.
ടെർമിനൽ വോൾട്ടേജ് വേരി ചെയ്യാൻ പറ്റും. ഈ ടെർമിനൽസിൽ, ഈ ജനറേറ്ററിന്റെ ടെർമിനൽസിലാണ് നമുക്ക് ആവശ്യമുള്ള ഈ മോട്ടറിനെ കണക്ട് ചെയ്യണത്. അപ്പൊ ഈ മോട്ടറിനെ, you might get confused. I will draw a figure. Yes. What Leonard drive? Here you will have a generator, DC generator, whose field winding is separately excited. Field winding is separately excited, and the shaft is run maybe using a motor, a three-phase motor. ഒരു ത്രീ ഫേസ് സപ്ലൈ ഉള്ള ഒരു ഇൻഡക്ഷൻ മോട്ടറോ അല്ലെങ്കിൽ സിംഗ്രണസ് മോട്ടർ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഷാഫ്റ്റ് തിരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഹൂസ് ഫീൽഡ് സർക്യൂട്ട് ഈസ് കണക്റ്റഡ് ടു വേരിയബിൾ DC സപ്ലൈ. അപ്പോൾ ഈ DC സപ്ലൈ വേരി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്ലക്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇഫ് യു ആർ റെഗുലേറ്റിംഗ് ദ ഫ്ലക്സ് ഹിയർ, വാട്ട് വിൽ ഹാപ്പൻ? ദ ഇൻഡ്യൂസ്ഡ് EMF E and the terminal voltage V can be controlled. അല്ലേ? ഈ ഇക്വേഷൻ നമുക്കറിയാം, E is equal to NP5/60 into Z by A, or in other words is proportional to N into 5. So if you are increasing or decreasing the flux, ഈ ഫ്ലക്സിന്റെ വാല്യൂ കൂട്ടുക കുറയ്ക്കുക ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ ടെർമിനൽ വോൾട്ടേജ് മാറും. ഈ ടെർമിനൽസിലാണ് നമ്മൾ നമ്മുടെ ആവശ്യമായിട്ടുള്ള ശരിക്കുള്ള മോട്ടർ, ഈ മോട്ടറിനെ കണക്ട് ചെയ്യുന്നത്. ഈ മോട്ടറിലാണ് നമ്മുടെ ലോഡൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. So here it will be the load. So this overall setup is called Ward-Leonard drive. So by regulating this flux, generator field winding ഉള്ള ഫ്ലക്സ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വോൾട്ടേജ് മാറ്റാം. വോൾട്ടേജ് കൂട്ടും കുറയ്ക്കും ചെയ്യുന്നതിനനുസരിച്ച് we can regulate the speed of this machine. We know that the speed of the motor is proportional to V minus IARA divided by 5. Okay, ഇതിന്റെ ഒരു ഫ്ലക്സ് ഉണ്ടാവും ട്ടോ. This will be can be separately excited ആവാം, സീരീസ് ആയിട്ടായിരിക്കും, ഷണ്ട് ആയിട്ടായിരിക്കും. There is no importance for this field circuit of this motor. Okay, so assume that this flux is constant, RA is constant, so only variable is V. By varying the generator field circuit, you are able to control the terminal voltage V. So V കൂട്ടുന്നതിനെയും കുറയ്ക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് മാറ്റാൻ പറ്റും. So we can regulate the speed over and below the rated speeds. Okay, so the option is question number 15. Ward-Leonard method is speed control, provides a speed control above the rated speed, below the option C. Option C an answer. Option C. Both A and B are possible. Question number 16. Question number 16. The EMF induced in the armature DC motor is, the EMF induced in the armature of DC motor is, DC motor induced in armature value എന്തായിരിക്കും? Less than 220 volt, more than supply voltage, less than supply voltage, equal to supply voltage. എന്തായിരിക്കും? EMF induced in the armature of a DC motor will be less than 220 volt, more than supply voltage, less than supply voltage, equal to supply voltage. Yes, Surya answered it as C. Rinil also answered it as C.
Yes, C is the answer. Option C is the answer. നമുക്കറിയാലേ ഡി സി സീരീസ് അല്ല, എന്ത് മോട്ടർ ആയിക്കോട്ടെ, ഷണ്ട് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഡി സി മോട്ടറിന്റെ ഇക്വേഷൻ നമുക്കറിയാം, വി ഇസ് ഈക്വൽ ടു ഇ പ്ലസ് ഐ എ ആർ എ. വി ഇസ് ഈക്വൽ ടു ഇ പ്ലസ് ഐ എ ആർ എ. ഇയുടെ ഒപ്പം ഐ എ ആർ എ എന്നുള്ള ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വി കിട്ടുക അല്ലേ. ദാറ്റ് മീൻസ് ഇഫ് ദർ ഇസ് എ ഡ്രോപ്പ് ഇല്ലാതെ നമുക്ക് ഒരു മെഷീൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ, പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. റെസിസ്റ്റൻസ് സീറോ ആയിട്ടുള്ള ഒരു മെഷീൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ആർമേച്ചർ റെസിസ്റ്റൻസ് ഈസ് ഓൾവേസ് പ്രസന്റ്. ആർമേച്ചർ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഡ്രോപ്പ് കഴിച്ചിട്ട് ബാക്കിയുള്ള വോൾട്ടേജ് മാത്രം നമുക്ക് ബാക്ക് ഇ എം എഫ് ആയിട്ട് കിട്ടുന്നുള്ളൂ. ഓക്കെ, സോ ദിസ് ബാക്ക് ഇ എം എഫ് ഓഫ് ദ DC motor will be always less than the supply voltage. വേറൊരു സിമിലർ ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. ഈ ബാക്ക് ഇ എം എഫ് സപ്ലൈ വോൾട്ടേജിന്റെ നേരെ ഹാഫ് ആണെങ്കിൽ, if the back EMF induced is directly half of the supply voltage, then you can produce maximum mechanical power. Maximum mechanical power extract ചെയ്യാൻ പറ്റും. Question number 17. No load loss of a shunt motor can be determined by. No load loss of a machine can be determined by Swinburne's test ആണ് കേട്ടോ. Swinburne's test. Option D. Swinburne's test. These are all just theory questions. If you are interested, you can read more about the Swinburne's test, Hopkinson's test. അങ്ങനെയുള്ള കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചു നോക്കിയാൽ നല്ലതാണ്. ബട്ട് ഇറ്റ് ഈസ് വെരി ലെസ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. ജസ്റ്റ് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നോ ലോഡ് ടെസ്റ്റ് കിട്ടണമെങ്കിൽ സ്വിൻബേൺസ് ടെസ്റ്റ് ചെയ്യണം. കോപ്പർ ലോസ് കിട്ടണമെങ്കിൽ എന്ത് ടെസ്റ്റ് ചെയ്യണം? ബ്രേക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ലോഡ് ടെസ്റ്റ്, അതൊക്കെ ചെയ്യണം. ബ്രേക്ക് ടെസ്റ്റ്, ലോഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് കോപ്പർ ലോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. The efficiency of a DC motor for maximum power transfer will be, maximum efficiency കിട്ടണമെങ്കിൽ മാക്സിമം പവർ കിട്ടണമെങ്കിൽ അതിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും? മാക്സിമം പവർ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ അതിന്റെ എഫിഷ്യൻസി വിൽ ബി, ജസ്റ്റ് ഡിസ്കസ്ഡ് റൈറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു എന്തായിരുന്നു? ബാക്ക് ഇ എം എഫ് സപ്ലൈ വോൾട്ടേജിന്റെ നേരെ ഹാഫ് ആണെങ്കിൽ, ഇഫ് ദ ബാക്ക് ഇ എം എഫ് പ്രൊഡ്യൂസ്ഡ് ഈസ് directly the half of the supply voltage, then you can produce maximum mechanical power. That means half മാത്രമാണ് സപ്ലൈ വോൾട്ടേജിന്റെ ഹാഫ് മാത്രമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ അല്ലേ. വോൾട്ടേജ് ഈസ് ഗെറ്റിംഗ് ഹാഫ്. വാട്ട് അബൌട്ട് കറണ്ട് എന്താ? സപ്ലൈയിലത്തെ കറണ്ട് അതേ കറണ്ട് തന്നെയാണ് നമുക്ക് ഇവിടേക്കും വരുന്നത്. എവിടേക്ക്? ആർമേച്ചറിലേക്കും വരുന്നത് അല്ലേ. സപ്ലൈ കറണ്ട് എത്രയാണോ അത് തന്നെയാണ് ആർമേച്ചറിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ ചെറിയൊരു കറണ്ട് ഷണ്ട് ആയിട്ട് പോകുന്നുണ്ടാവും. ഷണ്ട് ഡി സി മെഷീൻ ആണെങ്കിൽ ഫീൽഡ് വന്നെങ്കിൽ വളരെ ചെറിയൊരു കറണ്ട്, നിയർലി 10% നേരെ അങ്ങോട്ട് പോകുന്നുണ്ടാവും. ഇൻ അതർ കേസ് വി കൻ അസ്യൂം ദാറ്റ് ദ സെയിം കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം ദ സപ്ലൈ വോൾട്ടേജ് ടുവേർഡ്സ് ദ ആർമേച്ചർ. സപ്ലൈ വോൾട്ടേജ് ആർമേച്ചർക്ക് സെയിം കറണ്ട് ആണ്. അപ്പോൾ വോൾട്ടേജ് നേരെ പകുതിയായി, കറണ്ട് സെയിം ആണ്. ദാറ്റ് മീൻസ് ദ എഫിഷ്യൻസി ഈസ് 50%. പവർ നേരെ പകുതിയായി അല്ലേ. വോൾട്ടേജ് പകുതി ആയതുകൊണ്ട് കറണ്ട് സെയിം ആണ്. അപ്പോൾ ടോട്ടൽ പവർ ഈസ് ഡിറ്റർമിൻഡ് ബൈ വോൾട്ടേജ് മൾട്ടിപ്ലൈഡ് ബൈ കറണ്ട്. So if you are using half of the voltage, you will get the half of the power. So the efficiency will be 50%. അതേപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, വാട്ട്സ് ദ കണ്ടീഷൻ ഫോർ ഗെറ്റിംഗ് മാക്സിമം എഫിഷ്യൻസി? മാക്സിമം എഫിഷ്യൻസി കിട്ടാനുള്ള കണ്ടീഷൻ എന്താ? ഇറ്റ് ഈസ് ആസ്ക്ഡ് ഇൻ സം പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. മാക്സിമം പവർ കിട്ടാനായിട്ട്, maximum efficiency, maximum efficiency കിട്ടാനായിട്ടുള്ള കണ്ടീഷൻ. യെസ്, കോപ്പർ ലോസ് ഷുഡ് ബി ഈക്വൽ ടു കോർ ലോസ്. കോപ്പർ ലോസും കോർ ലോസും ഈക്വൽ ആയിരിക്കണം. But we know that the copper loss is variable with load. ലോഡിന് മാറ്റുന്നതിനനുസരിച്ച് കോപ്പർ ലോസ് മാറും. കാരണം എന്താ? I² R ആണ് കോപ്പർ ലോസ് അല്ലെ. I² R ലോസ്. അപ്പൊ ലോഡ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടും, I കൂടും. I കൂടി കഴിഞ്ഞാൽ കോപ്പർ ലോസ് കൂടും. വാട്ട് അബൌട്ട് കോർ ലോസ്? കോർ ലോസ് ഈസ് കോൺസ്റ്റന്റ്. കോർ ലോസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പൊ കോപ്പർ ലോസും കോർ ലോസും എപ്പോഴാണോ ഈക്വൽ ആവണേ, അപ്പൊ നമുക്ക് അവിടെ മാക്സിമം എഫിഷ്യൻസി കിട്ടും.
യൂഷ്വലി സ്മോൾ DC motors up to 5 HP, ചെറിയ മോട്ടറൊക്കെ ആണെങ്കിൽ അതിൽ എത്ര പോൾസ് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. എത്ര പോൾസ് ഉണ്ടാവും? 2 പോൾസ് ഉണ്ടാവുള്ളൂ കേട്ടോ. 2 പോൾസ് ഉണ്ടാവുള്ളൂ. നോർമൽ മെഷീൻസിനൊക്കെ, വളരെ ചെറിയ മെഷീൻസിനൊക്കെ 2 പോൾ മെഷീൻ ആയിരിക്കും. 2 പോൾ മെഷീൻ. 4 പോൾ മെഷീനിലേക്കൊക്കെ കുറച്ചുകൂടി വലിയ മെഷീൻ ആണെങ്കിലാണ് 4 പോളിലേക്ക് 6 പോളിലേക്കൊക്കെ പോകേണ്ട ആവശ്യം. Question number 20. Question number 20. The speed of a shunt motor at no load is dash percentage higher than its speed at rated load. ഒരു ഷണ്ട് മോട്ടർ നോ ലോഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഫുൾ ലോഡിനേക്കാളും സ്പീഡ് കൂടുതലായിരിക്കും കുറവായിരിക്കും? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൂടുതലായിരിക്കും കുറവായിരിക്കും? നോ ലോഡിലാണെങ്കിൽ സ്പീഡ് കൂടും, ലോഡ് കൂട്ടുന്നതിനനുസരിച്ച് സ്പീഡ് കുറയും. ആസ് സിമ്പിൾ ആസ് ദാറ്റ് അല്ലേ? എല്ലാ മെഷീനിലും നമുക്ക് നോ ലോഡിലാണെങ്കിൽ സ്പീഡ് കൂടുതലായിരിക്കും, ലോഡ് കൂട്ടുന്തോറും സ്പീഡ് കുറഞ്ഞു വരും. അപ്പൊ അത് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 20, ആൻസർ ഈസ് ഓപ്ഷൻ ബി. 5 to 10% വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. 5 to 10%. 5 to 10% വരെ ഉണ്ടാവും. So for the time being, I stop here the previous BSc questions. Now we'll discuss about few numerical questions. Numerical questions കൂടെ നമുക്ക് ചെയ്യാം. If you try to, ഇത് ഒരുപാട് questions ഉണ്ട് കേട്ടോ. You will be getting all these questions soon. I hope you already have these questions. ഈ questions കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? Have you got the material for electrical machines? മെഷീൻസിന്റെ ഒരു കംപ്ലീറ്റ് ഒരു ബുക്ക്ലെറ്റ് പോലെ ഒരു മെറ്റീരിയൽ ഉണ്ട്. കിട്ടിയിട്ടുണ്ടോ? അതെ, സൂര്യ കിട്ടിയിട്ടില്ല. ആദ്യം ജോയിൻ ചെയ്ത ദീപക്, നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ജോയിൻ ചെയ്തവർക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ വിൽ ഡു ദ നീഡ്ഫുൾ അറ്റ് ദ ഏർലിയസ്റ്റ്. വി ഹാവ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ കീ ഉണ്ട് കേട്ടോ. ആൻസർ കീ ഉണ്ട്. Always remember that we have just prepared this material. ഈ മെറ്റീരിയൽ നമുക്കിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. സോ there may be some slight mistakes as we have seen in the some of the options. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിൽ തന്നെ 1-2 ക്വസ്റ്റ്യനിലെ the very first question, third questionലൊക്കെ ഓപ്ഷൻ സി അല്ലാന്നുണ്ടോ, ഓപ്ഷൻ എ ഓർ ബി അല്ല, ഓപ്ഷൻ ബി ഓർ ഡി ആണ്. അങ്ങനെയുള്ള ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. പക്ഷേ we have prepared it very suddenly, so you will be getting it soon. We'll try to rectify all the corrections, but at least the soft copy അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ആയിട്ട് തരാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഹാർഡ് കോപ്പി ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ എന്താണെങ്കിലും ഉടനെ തന്നെ കിട്ടും. സോ യു ക്യാൻ സോൾവ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ബൈ യുവർ ഓൺ. എല്ലാ ക്വസ്റ്റ്യൻസും ഇതിപ്പോൾ DC മോട്ടറിന്റെ മാത്രം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ DC ജനറേറ്റേഴ്സിന്റെ വേറൊരു സെഷൻ ഉണ്ട്. നിയർലി 60 to 70 ക്വസ്റ്റ്യൻസ്, 60-70 ക്വസ്റ്റ്യൻ ഉണ്ട്. DC മോട്ടറിൽ 50 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, ബിഫോർ ദാറ്റ് ബിഫോർ ദ നെക്സ്റ്റ് ക്ലാസ്, അടുത്ത ക്ലാസ്സിനോ അടുത്തതിന് മുമ്പായിട്ട്, ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് യു ക്യാൻ ഗെറ്റ് ദ പ്രീവിയസ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ചെയ്ത് നോക്കണമെന്ന് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. You can get a feel that normally PSCക്ക് ചോദിക്കാറുള്ള ഒരു പാറ്റേണിലല്ല കഴിഞ്ഞ തവണ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഇറ്റ് ഈസ് ഡയറക്റ്റ് അല്ലേ? നമുക്ക് അറിയാവുന്നതാണെങ്കിൽ ചെയ്യാം, വേറെ ചിന്തിക്കാനൊന്നുമില്ല. അല്ലെങ്കിൽ കുറച്ച് ചിന്തിക്കുമ്പോഴേക്കും ഒരു സെയിം പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ തിയറി നമുക്ക് അറിയാമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു രീതിയിലായിരുന്നു. But if you see that question, previous question paper, most particularly that particular electrical inspectorate question paper മാത്രം, KICB-ലും അസിസ്റ്റന്റ് പ്രൊഫസറിനൊക്കെ സാധാരണ കൺവെൻഷണൽ രീതിയിലൊക്കെ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഈ ക്വസ്റ്റ്യനിലെ മെയിൻലി ഇറ്റ് വാസ് കൺസെപ്റ്റ് ഓറിയന്റഡ് rather than the theory oriented. The questions were concept oriented. If you know the concept or if you can develop the concept, നമുക്ക് ആ കൺസെപ്റ്റ് ഡയറക്റ്റ്ലി ചോദിക്കുന്ന ഒരു കൺസെപ്റ്റ് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക് ഫണ്ടമെന്റൽസ് വെച്ചിട്ട് ആ കൺസെപ്റ്റ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആ പേപ്പറിൽ ഉണ്ടായിരുന്നത്. സോ
എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ കണ്ടിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. നോർമലി ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ മെറ്റീരിയൽ പറഞ്ഞ പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നോർമലി ഒരു പാറ്റേൺ ആണ്. ഇതാണ് വർഷങ്ങളോളം PSC കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇറ്റ് വാസ് റെദർ കൺസെപ്റ്റ് ഓറിയന്റഡ് വിത്ത് മെനി ന്യൂമറിക്കൽസ്. കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. But still it was easy in the sense you can solve it. If you know the concept, you can solve. So we'll continue, or we'll do 1 or 2 questions like that. അങ്ങനെയുള്ള ഒരു 1-2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കണം, എന്നാലാണ് നമുക്കൊരു ഇതാവുള്ളൂ. സോ yes, can you see this question? The armature resistance of a 200 volt shunt motor. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. യെസ്, ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്. The armature resistance of a 200 volt shunt motor is 0.4 ohms and no load current is 2 amperes. When loaded and taking an armature current of 50 amperes, the speed is 1200 rpm. Find approximately the no load speed. No load speed കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, നോ ലോഡ് കറണ്ട് തന്നിട്ടുണ്ട്. എന്ത് മോട്ടറാണ്? ഷണ്ട് മോട്ടറാണ് കേട്ടോ, ഷണ്ട് മോട്ടറാണ്. അത് ലോഡ് ചെയ്തപ്പോൾ when loaded and taking an armature current of 50 amperes, armature current 50 amperes ആണെങ്കിൽ the speed is 1200 rpm. Find approximately the no load speed. DC മെഷീനിലെ എല്ലാ ക്വസ്റ്റ്യൻസും you can solve either you can directly use the concept. കാരണം നമ്മൾ ചോദിച്ചിരിക്കുന്നത് നമ്മളൊരു റേഷ്യോ ഒക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ കൺവെൻഷനലി നമ്മൾ ചെയ്യേണ്ടത് DC മെഷീനിൽ എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും യു ക്യാൻ ഡ്രോ ദ സ്കിമാറ്റിക് ഫസ്റ്റ്. അത് ആ സ്കിമാറ്റിക് ഒന്ന് വരയ്ക്കാം. അല്ലേ? ഇതാണ് ഒരു DC ഷണ്ട് മോട്ടർ അല്ലേ? ഇത് ഷണ്ട് റെസിസ്റ്റൻസ്, ഇത് ആർമേച്ചർ റെസിസ്റ്റൻസ്, ടെർമിനൽ വോൾട്ടേജ്. The current will be flowing in this direction, I, and this is the armature current, IA, armature current. This is the field current, IF. ഇത് വരച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇനി ചെയ്യാൻ പറ്റും. Now write the conditions for no load. No load ന്റെ conditions ഒക്കെ എഴുതാം. We know that the value of RA is 0.4. 0.4 ആണ് തന്നിട്ടുണ്ട്. The no load current. No load current is 2 amperes. Now I can write P is proportional to N into 5. ശരിയല്ലേ? P is proportional to N into 5. So to see it as no load. No load എന്ന് കാണിക്കാനായിട്ട് 0 എന്നുള്ളൊരു സബ്സ്ക്രിപ്റ്റ് കൊടുക്കണം കേട്ടോ. No load speed and no load flux like this. And we know that V is equal to E plus IA RA. Or in other words, E is equal to V minus IA RA. That means this value will be equal to V is 200 minus IA. Armature current during no load is 2 amperes and resistance, armature resistance is 0.4. So 0.4 into 2, which is 0.8. 200 minus 0.8 is 199. The no load current, this value will be 199.2. 199.2.
And the second case, so this was the first case. The second case, loaded condition. Loaded condition. We know that E is equal to V minus IA RA. So is equal to the supply terminals voltage is same as that of before, 200. And armature current is changed to 50 amperes, 50. And the armature resistance is same as 0.4. So this will be 200 minus 20. Should be 180 volt. 180 volts. And you know that E is proportional to N into phi. Right. Say this is the first condition and this is the second condition. So E1 by E2 will be equal to N1 by N2 into phi 1 by phi 2. Right. And we know that you are not changing the supply terminal voltage. You are not changing the supply terminal voltage. That means the same VT is coming across this shunt. The shunt branch is same VT. That means you are not changing the field current. Field current field current. If you are not changing the field current, the flux produced in this circuit will be equal. That means phi 1 will be equal to phi 2. Because you are not changing the supply voltage. Supply voltage മാറ്റാത്തതുകൊണ്ട് ഷണ്ട് ആയിട്ട് കിട്ടുന്ന voltage മാറില്ല. അപ്പോൾ field winding കൊണ്ട് പോകുന്ന current മാറില്ല. That means the flux phi 1 is equal to phi 2. So in that case, E1 by E2 is equal to N1 by N2. E1 by E2 is equal to N1 by N2, where E1 was 199.2 divided by E2 is 180. Is equal to N1. First case N1 ആണ് ചോദിച്ചിരിക്കുന്നത്, നമുക്കറിയില്ല. Okay, N1 divided by N2. Loaded condition speed തന്നിട്ടുണ്ട് അല്ലേ? The loaded condition, the speed is 1200. So in that case, we find the no load speed N1 will be equal to, answers please. Yes, you can ask Minu. If you have any doubts, you can ask. Okay, fine. Anyone answer, please? Yes, 1328 RPM. 1328 RPM. 1328. Yes, Hafsa, Meera, Deepak, ella. Yes. Now please try to do this question. Okay. ബാക്കിയുള്ളവരെ ചെയ്തു നോക്കിയാൽ മതി. I hope you got the concept. Concept clear ആയെന്ന് വിചാരിക്കുന്നു. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്ത കേസിലും, ചെറിയൊരു വ്യത്യാസമുണ്ട്. സോ ഓൾ പ്ലീസ് ട്രൈ ടു ഡു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെയ്ത് കഴിയാത്തവരും സ്ഥലം വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ വിൽ വൈൻഡ് അപ്പ് അവർ ക്ലാസ് ബൈ ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞോണ്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനാണ്. A 250 volt shunt motor on no load runs at 1000 rpm. No load the speed direct ആയിട്ട് തന്നിട്ടുണ്ട് 1000 rpm ആണ്. And takes 5 ampere. No load current തന്നിട്ടുണ്ട് 5 ampere. The total armature and shunt field resistance are respectively 0.2 and 250 ohms. 250 ആണ് കേട്ടോ അത്. 250 ohms. Armature resistance തന്നിട്ടുണ്ട്, field resistance തന്നിട്ടുണ്ട്.
calculate the speed when loaded and taking a current of 50 amperes. ലോഡ് ചെയ്തപ്പോൾ അവിടുത്തെ കറണ്ട് 50 ആംബിയേഴ്സ് ആയി അല്ലെ. ഈ മോട്ടോർ ലോഡ് ചെയ്തപ്പോൾ കറണ്ട് കൂടി. ആദ്യം ഉണ്ടായിരുന്നു 5 ആംബിയേഴ്സ് ആണ്, പിന്നെ ലോഡ് ചെയ്തപ്പോൾ കറണ്ട് കൂടി 50 ആംബിയേഴ്സ് ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസം കൂടിയുണ്ട്. If the armature reaction weakens the field by 30%, ആർമേച്ചർ റിയാക്ഷനും കൂടി കൺസിഡർ ചെയ്യണം. ആർമേച്ചർ റിയാക്ഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ആർമേച്ചർ റിയാക്ഷൻ എന്താ? മെയിൻ ഫീൽഡ് ഫ്ലക്സുകൾ ഉണ്ട്, അതിന്റെ കൂടെ ലോഡ് ചെയ്യുമ്പോൾ ആർമേച്ചർ കണ്ടക്ടേഴ്സിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഈ ആർമേച്ചർ കണ്ടക്ടേഴ്സിന് കറണ്ട് ഫ്ലോ ചെയ്യും, അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ കറണ്ട് ഫ്ലോ ചെയ്ത കാരണം അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡും ആദ്യം ഉണ്ടായിരുന്ന മെയിൻ ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡും കൂടി ഇന്ററാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും? മെയിൻ ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറയ്ക്കും, വീക്കൻ ചെയ്യും. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ അതിന്റെ ഷേപ്പ് ഡിസ്റ്റോർട്ടഡ് ആക്കുകയും ചെയ്യും, അതിന്റെ സ്ട്രെങ്ത് കുറയ്ക്കുകയും ചെയ്യും. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആർമേച്ചർ റിയാക്ഷൻ. I repeat, armature reaction is a process of weakening or distorting the main field flux due to the magnetic field coming out of the armature conductors during loaded condition. ലോഡ് ചെയ്യുമ്പോൾ മാത്രം ആർമേച്ചർ കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഉണ്ടാവുള്ളൂ അല്ലെ. ലോഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ആർമേച്ചർ റിയാക്ഷൻ എന്നുള്ള ഫിനോമിനൻ ഉണ്ടാവുന്നുള്ളൂ. So the main effect is armature reaction will reduce or weakens the field by a specific amount. Okay, now try to do this problem. Try to do the problems as two conditions like this: no load condition and loaded condition. No load condition എന്ത് സംഭവിക്കും? No load condition, we know that E is equal to V minus IA RL. E is equal to V minus IRL. The value of V നമുക്കറിയാം, RA യുടെ വാല്യൂ അറിയാം. What's the value of IA? What is the value of IA? Is it the value of IA? Is it directly? Can you take it as 5 amperes? ശ്രദ്ധിക്കാട്ടോ ഇവിടെ. IA armature current 5 amperes ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? Can you directly take the armature current during no load condition as 5 amperes directly? ലാസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്തു. യെസ്, ഈ കേസിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? യു ആർ ഡയറക്ട്ലി ഗിവൺ ദ റെസിസ്റ്റൻസ് ഇൻ ദ ഫീൽഡ് സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. സോ ഇഫ് യു ഡ്രോ ദ സർക്യൂട്ട്, ദിസ് ഈസ് യുവർ ആർമേച്ചർ, this is your shunt, and this is the terminal voltage V. So this is the current I, and this is the current armature current IA. This will be the current, field current IF. Appo ee IF nulla current endaayirikkum? IF nulla current, what will be the value of? So you cannot write this. IA is not equal to 5. But what will be the value of IF? IF ന്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടുത്തെ റെസിസ്റ്റൻസിന്റെ വാല്യൂ RSH ആണെന്ന് വിചാരിക്കാം. The voltage across this shunt branch is same as that of V. അല്ലേ? ഈ സപ്ലൈ വോൾട്ടേജ് തന്നെയാണ് ഈ ഫീൽഡ് വൈൻഡിങ്ങിന് അക്രോസും വരുന്നത് അല്ലേ? സെയിം വോൾട്ടേജ് തന്നെയാണ്. That means the voltage divided by the resistance will gives you the current. That means V by RSH will gives you the current. V is 250 and RSH is also again 250, which is 1. So the field current is 1. Then what is IA? IA എന്ന് പറയുന്ന കറണ്ട് എന്തായിരിക്കും? Apply the KCL at this node. This node le KCL apply ചെയ്ത് കഴിഞ്ഞാൽ incoming current is I and outgoing current is IA plus IF. In that case, IA will be equal to I minus IF, which is 5 minus 1, which is 4 amperes. Now I can write E is equal to
V minus IA-RA is equal to 250 minus IA is 4 and RA is 0.2, which is 249.2 watts. 249.2 watts. Hello, sir. Yes. Sir, ഇവിടെ I equal to V minus IA-RA minus IF-RSH വേണ്ട ഇക്വേഷൻ വ്യത്യാസം വരില്ലേ? ഇക്വേഷൻ പറഞ്ഞാൽ E is equal to V minus IA-RA minus IF-RSH വരില്ലേ എന്നാണോ ചോദിക്കുന്നത്? അതെ. ഓക്കെ, ഇങ്ങനെ വരുമോ? വരാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെ വരില്ല. This is happening if and only if your RSH, this resistance is in this path. ഈ പാത്തിലാണെങ്കിൽ മാത്രമാണ് അങ്ങനെ ഉണ്ടാവുള്ളൂ. So consider only this path. Okay, this is the first path and this is my second path. Okay, sir. So the same voltage is applied across the shunt as well as this armature. So this term ഉണ്ടാവില്ല കേട്ടോ, ആ ടേം ഉണ്ടാവില്ല. നേരെ മറിച്ച് എന്താ പറയുക, സീരീസ് മോട്ടർ ആണെങ്കിൽ ഇങ്ങനെ ഒരു ടേം കൂടി ഉണ്ടാവും. സീരീസ് മോട്ടർ ആണെങ്കിൽ മൈനസ് IA into RSE എന്നുള്ളൊരു ടേം ഉണ്ടാവും. Here we have only like this. We are considering two different loops like this. So E is equal to 249.2 volts. Is it clear till now? Is it clear? Yes. Yes. അങ്ങനെയാണെങ്കിൽ ലോഡഡ് കണ്ടീഷനിലെ find the value of E. Find the value of E. Loaded condition. Loaded conditionle E is equal to V minus IA-RA തന്നെയാണ്. What will be the value of IA? We know that I is equal to IA plus IF. What is the value of IF? IF is the same V by RSH, which is equal to 250 by 250, which is equal to what? IF ഈ കേസിലും 1 തന്നെയാണ്. So in that case, IA will be equal to I minus IF, which is IA, armature current at the loaded condition, armature current is 50 amperes. So 50 minus 1, which is 49 and armature current. Now we can write E is equal to V minus IRA. V is 250 minus IA is 49 and RA is 0.2. This value will be ചെറിയൊരു പ്രശ്നം കൂടെ ഉണ്ടോ, ഈ 30% ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഈ ക്വസ്റ്റിനിലെ 30% ആർമേച്ചർ റിയാക്ഷൻ വീക്കൻസ് ഓഫ് ഫീൽഡ് ബൈ 30% അല്ല 3% ആണ് കേട്ടോ. 3%. പ്ലീസ് മേക്ക് ദ കറക്ഷൻ ആസ് 3%. 3% ആണ് കേട്ടോ. So, okay, what is the value of E? In the loaded condition, the value of E is 240.2. Yes. 240, sorry. It will be 2. $240.2 watts. What about flux? Flux in the second condition will be equal to 0.97% of first condition. So phi2 is equal to 0.97 into phi1. ശരിയല്ലേ? 3% കുറഞ്ഞു. ആദ്യം ഉണ്ടായിരുന്ന കണ്ടീഷനേക്കാളും 3% കുറഞ്ഞു. That means phi2 is equal to 0.97 into phi1. Okay, അല്ലേ? അങ്ങനെയാണെങ്കിൽ E is directly proportional to N into phi. So I can write as E1 by E2 is equal to N1 into phi1 divided by N2 into phi2. Right. E1 is the value of E1 in the first case is 249.2 divided by, in the second case, E2 is 240.2. Is equal to, the first case N1, speed at no load condition is 1000 RPM, 1000 into phi1 is phi1.
divided by the speed is asked. രണ്ടാമത്തെ കേസിലുള്ള സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്, n2 ആണ് ചോദിച്ചിരിക്കുന്നത്. n2 into 0.97 into 5. 5.2 എന്ന് പറഞ്ഞാൽ 0.97 into 5 ആണ്. So simplify this, find the value of n2. Yes, Surya got the answer. The answer is 993.69 RPM. 993.69 RPM. Yes. So thank you. We'll meet in next class.